ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്രാവശ്യം ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പുസ്തകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് 1, ഹാർമണി ഓഫ് മാവൽസ്. അപ്പോൾ ഈ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഏതാണ്? എ റോബോട്ട് വിത്ത് എ വൈറസ്. ഏതാണ്? എ റോബോട്ട് വിത്ത് എ വൈറസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് upon the house tops. The air was crisp and refreshing. The sunbeams peeped into Ricky's home through the skylight. He was still in bed. He was a young boy of 11. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു സണ്ണി മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്. ആ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ എന്താണ് റിക്കീൻ്റെ റൂമിലേക്കൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അപ്പോൾ റിക്കി, അപ്പോൾ ഇതിലൊരു ക്യാരക്ടറാണ് ആര്? റിക്കി. അപ്പോൾ റിക്കി എന്താ ചെയ്യുന്നത്? റിക്കി ഇപ്പോഴും ബെഡിലാണ് അല്ലേ? ഓക്കെ, ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അപ്പോൾ റിക്കിക്ക് എത്ര വയസ്സാണ്? 11 വയസ്സുള്ള കുട്ടിയാണ് ആര്? റിക്കി. ഓക്കെ, നെക്സ്റ്റ് എന്താ ഉണ്ടായി നോക്കി നോക്കാം. Ricky lived in a lovely futuristic house which had everything you can ever want. But he was slovenly in his habits. He just threw his belongings all over the place. അപ്പോൾ എന്താണ്? അപ്പോൾ റിക്കി താമസിക്കുന്നത് വളരെ ലവ്ലി ആയിട്ടുള്ള ഒരു ഹൗസിലായിരുന്നു. അവിടെ റിക്കിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ കിട്ടിയിരുന്നു. ബട്ട് ഹി വാസ് സോ ലവ്ലി ഇൻ ഹിസ് ഹാബിറ്റ്. അപ്പോൾ ഈ റിക്കി എന്ന് പറഞ്ഞത് എങ്ങനത്തെ കുട്ടിയായിരുന്നു? ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. എല്ലാ സ്ഥലത്തും സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിടുന്ന ഒരു കുട്ടിയായിരുന്നു ആര്? റിക്കി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ റിക്കിയുടെ ഒരു പിക്ചറും റിക്കിയുടെ റൂമിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തുണ്ടായി നോക്കി നോക്കാം. His mother had to collect his belongings from all corners of the house. അപ്പോൾ ഈ റിക്കിയുടെ അമ്മ എന്താ ചെയ്യുക? ഈ റിക്കിയുടെ അമ്മ റിക്കിയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹൗസിൻ്റെ എല്ലാ കോർണേഴ്സിൽ നിന്നും ഇങ്ങനെ കളക്ട് ചെയ്യും. ഓക്കെ, ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക് ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. അപ്പോൾ എന്താണ് ഈ റിക്കിൻ്റെ അമ്മ എന്ന് പറയുന്നത്? ആരാണ്? ഒരു ബാങ്കിൻ്റെ മാനേജറാണ്. അപ്പോൾ രാവിലെ എന്നും ഈ റിക്കീനെ ഇവിടെ ആക്കിയിട്ട് അമ്മ ജോലിക്ക് പോകും. ഓക്കെ, ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. അപ്പോൾ ഈ അമ്മയ്ക്ക് റിക്കിയുടെ കാര്യത്തിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ സാധനങ്ങളൊക്കെ വീടിൻ്റെ ഓരോ കോർണറിൽ നിന്ന് കളക്ട് ചെയ്യുകയൊക്കെ അമ്മയായിരുന്നു. ഓക്കെ, റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. അപ്പോൾ റിക്കിനോട് പറയാണ് എന്ത്? റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ സ്റ്റഡി റൂം. അപ്പോൾ സ്റ്റഡി റൂമിൽ റിക്കിയുടെ ബാഗ് വെക്കാനായിട്ട് റിക്കിനോട് അമ്മ പറയാണ്. ഓക്കെ, Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers and so on. But he was always playing. അപ്പോൾ അമ്മ റിക്കിനോട് പറയുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? ഈ ക്ലോത്ത്സ് ഒക്കെ വാഷിംഗ് മെഷീനിലിട്, അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് കഴുകി വെക്കുക, അതുപോലെ തന്നെ ടീഷർട്ടും ട്രൗസേഴ്സും ഒക്കെ അയൺ ചെയ്ത് വെക്കുക. ദെൻ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അമ്മ റിക്കിനോട് പറയും. പക്ഷേ ആ റിക്കി എന്താ ചെയ്യുക? റിക്കി എല്ലാ സമയത്തും കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്ടായി നോക്കി നോക്കാം. റിക്കി ഡിഡ്ന്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്, ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട് ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെൻ കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. എന്താണ്? റിക്കി വീട്ടിൽ കാര്യമായിട്ട് ഒരു പണിയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്തായിരുന്നു റിക്കിയുടെ പാരൻസ് എന്ത് കൊണ്ടുവന്നത്? ഒരു റോബോട്ടിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ റോബോട്ട് വന്നതോടെ എന്തൊക്കെ ചെയ്തു? ഈ റോബോട്ട് കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങും എല്ലാ ജോലികളും ഈ റോബോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റോബോട്ട് എന്ത് ചെയ്യും? റിക്കിയുടെ ക്ലോത്ത്സൊക്കെ താഴെ കിടക്കുന്നതൊക്കെ പറക്കിയിട്ട് കൊണ്ടുവരും. ഓക്കെ, ഓൺ ദ ഫസ്റ്റ് ഡേ
day, when he went to sleep, his bedroom was in a disastrous state as usual. But when he woke up the next morning, everything was perfectly clean and tidy. അപ്പോൾ എന്താണ്, ഒരു ദിവസം ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം റിക്കി കിടന്നുറങ്ങാൻ പോകുമ്പോൾ എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ ആകെ വലിച്ചു വാരിയിട്ടായിരുന്നു റൂം ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് മോർണിംഗ് അവൻ കണ്ണ് തുറന്നപ്പോൾ എന്താ കണ്ട്, റൂമൊക്കെ നല്ല നീറ്റായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അപ്പോൾ എന്താണ്, ഈ റൂം കണ്ടിട്ട് അവൻ തന്നെ ആകെ ഞെട്ടി. റൂമൊക്കെ ആകെ ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, in fact, it was actually too clean. Ricky couldn't find his favorite t-shirt nor his favorite football. Ma, where is my t-shirt? Where is my football? He pestered his mother. അപ്പോൾ എന്താണ്, അവിടെ ആകെ നീറ്റായിട്ടാണ് കിടക്കുന്നത്. റിക്കിയുടെ ടീഷർട്ടും അതുപോലെ തന്നെ ഫുട്ബോളും ഒന്നും അവിടെ കാണാനില്ല. അപ്പോൾ അമ്മനോട് ചോദിക്കുകയാണ്, എവിടെയാണ് എൻ്റെ ടീഷർട്ട്, എവിടെയാണ് എൻ്റെ ഫുട്ബോൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ റോബോട്ട് റൂം ക്ലീൻ ചെയ്യുന്ന പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ, he could not find his things even after he had searched up and down. He asked himself, where could they have gone? അപ്പോൾ എന്താണ്, അവൻ ഒരുപാട് നേരം തിരഞ്ഞ്, അപ്പോൾ തിരഞ്ഞിട്ടും അവൻക്ക് അവൻ്റെ സാധനങ്ങൾ കണ്ടില്ല. എന്നിട്ട് അവനോട് ഇനി ചോദിക്കുകയാണ്, ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ എവിടേക്കാ പോയി എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, however much he searched during the day, those two items did not reappear and the same was to happen with other things too. അപ്പോൾ എന്താണ്, അവൻ ഒരു ദിവസം ഫുള്ള് തിരഞ്ഞിട്ടും ഈ സാധനങ്ങളൊന്നും തിരിച്ച് കിട്ടിയില്ല. ദെൻ പിറ്റേ ദിവസം ഈ കാര്യം തന്നെ പിന്നെ ആവർത്തിച്ചു, വേറെ 2 സാധനങ്ങൾ കാണാണ്ടായി. ഓക്കെ, Ricky cast a suspicious eye on the gleaming butler robot. I think it's his handwork, he thought. അപ്പോൾ എന്താണ്, അപ്പോഴാണ് ഈ റിക്കി എന്ത് ചെയ്തത്, ഈ റോബോട്ടിനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവൻ്റെ പണിയാണെന്ന് പറയുന്നത്. ഓക്കെ, he hatched a plan to spy on the robot and began following it around the house. അപ്പോൾ ഇവൻ വിചാരിച്ചു ഈ റോബോട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ഈ റോബോട്ടിനെ ഫോളോ ചെയ്യാനായിട്ട് റിക്കി തീരുമാനിച്ചു. ഫൈനലി he caught it red-handed while it was picking up one of his clothes. Ricky followed the robot without making a sound. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ റോബോട്ടിനെ ഫോളോ ചെയ്യാനായിട്ട് റിക്കി തീരുമാനിച്ചു. ദെൻ ഈ റോബോട്ട് ഒരു ടീഷർട്ട് എടുക്കുന്നത് റിക്കി കണ്ടു. എന്നിട്ട് മിണ്ടാണ്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് ഈ റോബോട്ടിൻ്റെ പിന്നാലെ റിക്കി പോവാണ്. അപ്പോൾ എന്താ കണ്ടത്, ഈ റോബോട്ട് ഇത് മടക്കിയിട്ട് സ്റ്റോർ റൂമിൽ വെക്കുന്നത് റിക്കി കണ്ടു. ഓക്കെ, off he went running to his parents. Father, think butler robot is faulty. He has filched my things. I think they programmed him badly. Let us send him off. അപ്പോൾ എന്താണ് ഈ റിക്കി ഫാദറിനോട്, പാരൻസിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് പറയുകയാണ്, ഈ റോബോട്ട് എൻ്റെ സാധനങ്ങളൊക്കെ, ഹി ഹാസ് ഫിൽച്ചഡ് മൈ തിങ്സ്. ഫിൽച്ച് എന്ന് പറഞ്ഞാൽ എന്താ, മോഷ്ടിക്കുക, അവൻ എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുകയാണ്. ഐ തിങ്ക് ദേ പ്രോഗ്രാം ഹിം ബാഡ്ലി. അപ്പോൾ ഈ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തത് തെറ്റായ രീതിയിലാണ്. ലെറ്റ് us send him off. നമുക്ക് അവനെ പറഞ്ഞയക്കാമെന്നൊക്കെ അച്ഛനോട് റിക്കി പറയാണ്. ഓക്കെ, absolutely not. Father shook his head. He was an expert in robotics. He had been delighted with the new butler. It was a dream come true. But Ricky was obstinate. I want to get rid of him. A heated argument between Ricky and his father followed. റിക്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ റിക്കിയുടെ ഫാദർ പറയാണ്, നിനക്ക് തെറ്റ് പറ്റിയതാണ്, റോബോട്ടിന് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ റിക്കിയുടെ ഫാദർ പറയാണ്. അപ്പോൾ പറയാണ്, ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം, എനിക്ക് അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന രീതിയിലാണ് റിക്കി അച്ഛനോട് സംസാരിക്കുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ആർഗ്യുമെൻ്റ് അവർ തമ്മിൽ നടന്നു. ഓക്കെ,
Then father, a robot is a wonderful device. Look at the things it can do. അപ്പോൾ എന്താണ് റോബോട്ട് എന്ന് പറയുന്നത്? ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. നീ നോക്കുക അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കുമെന്ന് പറയാണ്. Then Ricky, I don't think so. He is doing more harm than good. അപ്പോൾ എന്താണ് എനിക്കങ്ങനെ തോന്നുന്നില്ല, അവൻ നല്ലതിനേക്കാൾ കൂടുതൽ ചീത്തതാണ് ചെയ്യുന്നത് എന്ന് റിക്കി പറയാണ്. Then father, you are wrong Ricky. You don't understand how a robot works. അപ്പോൾ നിനക്ക് തെറ്റ് പറ്റി റിക്കി, നിനക്ക് അറിയില്ല എങ്ങനെയാണ് റോബോട്ട് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയാണ്. Then Ricky, I can't agree with you. A robot will be a big problem if it not properly programmed. എന്താണ് എനിക്കിതിനോട് യോജിക്കാൻ പറ്റില്ല. ഈ റോബോട്ട് എന്ന് പറയുന്നത് വലിയൊരു അപകടകാരിയാണ്. ശരിക്കും പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് ഹാംഫുൾ ആവും നമുക്ക് എന്ന് റിക്കി പറയാണ്. ഓക്കെ, റിക്കി kept on complaining to his parents about the robot hiding things that outweighed whatever useful things he did. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ റിക്കി ഈ പാരൻസിനോട് എപ്പോഴും റോബോട്ട്സിൻ്റെ കംപ്ലൈൻറ്റ് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. ഓക്കെ, one day the robot who was wiring parts heard the boys complain. The robot returned with a pair of Ricky's shoes and some of his clothes. അപ്പോൾ എന്താണ് ഈ ഒരു ദിവസം ഈ ബോയ് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുന്നത് ആര് കേട്ടു? നമ്മുടെ റോബോട്ട് കേട്ടു. എന്നിട്ട് റോബോട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ്. എന്ത് റിക്കിയുടെ 2 പെയർ ഷൂ എടുത്തിട്ട് തിരിച്ചു വന്നു. Here sir, I did not know it was bothering you, said the butler in his metallic voice. അപ്പോൾ ഈ റോബോട്ട് പറയാണ് ഇത് സാറിനെ ബോദർ ചെയ്തെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ റോബോട്ട് റിക്കിനോട് പറയാണ്. ഓക്കെ, how could it not, you thief? You have been nicking my stuff for weeks. അപ്പോൾ നീ ഒരു തീഫാണ്, എൻ്റെ സാധനങ്ങളൊക്കെ നീ കുറേ ആഴ്ചകളായിട്ട് നീ എടുക്കുകയാണെന്നൊക്കെ നമ്മൾ റിക്കി റോബോട്ടിനോട് പറയാണ്. ഓക്കെ, I had seen your things lying scattered on the floor. I thought that you did not need them. I am programmed to collect all that is not wanted. At night, I send them to places where other humans can use them. I am a maximum efficiency machine. Were you unaware of it? The robot said with a certain pride. അപ്പോൾ എന്താണ് എൻ്റെ വിചാരം ഇതൊന്നും നിനക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്നാണ്. അപ്പോൾ ആവശ്യമില്ലാത്തത് അൺവാണ്ടഡ് സാധനങ്ങളൊക്കെ എനിക്ക് എടുക്കാം എന്നാണ് എന്നെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതൊക്കെ എടുത്തിട്ട് അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. അപ്പോൾ വേറെ ഇത് ആവശ്യമുള്ള മനുഷ്യന്മാർക്ക് ഞാൻ കൊടുക്കും, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നൊക്കെ നമ്മുടെ റോബോട്ട് റിക്കിനോട് പറഞ്ഞു. ഓക്കെ, റിക്കി വാസ് അഷേംഡ്. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രേഡിംഗ് things as though they were useless. He cared for nothing. Yet there were many people in the world who would have been delighted to have Ricky's things. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ റിക്കിക്ക് ഒരു ചമ്മലൊരു നാണം വന്നു. റിക്കി എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനോടും ഒരു ആവശ്യമില്ലാത്ത അങ്ങനെ റിക്കിയുടെ ഇഷ്ടത്തിന് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഹി കെയർഡ് ഫോർ നത്തിങ്, ഒന്നും അവനെ ബാധിച്ചിരുന്നില്ല. യെറ്റ് ദർ വർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്. അപ്പോൾ ഈ റിക്കിയുടെ സാധനങ്ങൾ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് എന്ന് റിക്കി അപ്പോഴാണ് റിക്കിക്ക് തോന്നുന്നത്. ഓക്കെ, unlike him, they would have taken good care of them too. He realized that the robot was neither broken nor misprogrammed. Rather, it had been programmed extremely well. അപ്പോൾ ഇങ്ങനെ റിക്കിയുടെ സാധനങ്ങളൊക്കെ അതൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുത്തപ്പോൾ ഈ റിക്കിക്ക് മനസ്സിലായി ഈ റോബോട്ട് എന്ന് പറയുന്നത് പ്രോഗ്രാം തെറ്റിയതല്ല, പ്രോഗ്രാമൊക്കെ വളരെ നന്നായിട്ടാണ് ഈ റോബോട്ടിന് കൊടുത്തിട്ടുള്ളത് എന്ന് റിക്കിക്ക് മനസ്സിലായി. Since then, Ricky decided to become a maximum efficiency boy. He put real care into how he treated his things. He kept them tidy and made sure he didn't have more than what was necessary. അപ്പോൾ എന്താണ്, അന്ന് മുതൽ റിക്കി ഒരു നല്ല കുട്ടിയാവാനായിട്ട് തീരുമാനിച്ചു. ഒരു മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് ആയിട്ട് ആവാൻ തീരുമാനിച്ചു. എന്താണ്, ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതിലൊക്കെ അവനൊരു തീരുമാനമുണ്ടാക്കി.
He kept them tidy and made sure he didn't have more than what was necessary. അവനക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും തന്നെ അവിടെ ഇല്ല എന്നും എല്ലാ സാധനങ്ങളും വളരെ നീറ്റായിട്ട് സൂക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. And he took a leaf out of the robot's book. With his pocket money, he began to help people and buy needful things for them. അപ്പോൾ ഈ റോബോട്ടിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ് ബാക്കിയുള്ളവരെ സഹായിക്കണം എന്നുള്ളത്. ദെൻ അവൻ എന്ത് ചെയ്തു? അവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് എന്താണ് കൊടുക്കാനും അവർക്ക് വേണ്ടി സാധനങ്ങളും ഒക്കെ വാങ്ങാനൊക്കെ ആയിട്ട് റിക്കി തുടങ്ങി. അങ്ങനെ റിക്കി ഒരു നല്ല കുട്ടിയായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഓക്കെ, ഇനി ഇതിന് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.